Hi, welcome to Analysis by NAD. Today we will discuss about the topic Ignou, MA Psychology, second subject Lifespan Psychology, second part video Stages of Development. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇഷ്യൂസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി വിൽ സ്റ്റാർട്ട് ദ ടോപ്പിക് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട്. Often developmental stages are defined by milestones. The term milestone refers to the development that has to take place according to the age of the child. For instance, almost all children start standing and walking at the age of 1 year, and more start saying a few words by the time they are 1.5 to 2 years, etc. That the developmental stages has been successfully passed in indicated by the child mastering the developmental tasks of the particular period of development. Often special milestones mark children's accomplishment, such as walking in infancy and entering school in early childhood, and these milestones can help mark children's movement inside and between developmental stages. So individuals pass various stages throughout their lifespan. So there are systemic progression in a certain order through a series of phases. Step by step they move closer to some form of adult status. This movement can be seen as involving changes in intellectual and physical powers, example, changes in intelligence, expertise, and ability to reason, and the impact of life events and experiences. The main development periods of a human beings are ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റൽ പീരീഡ്സ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻറ്റ്, അത് ബർത്ത് ടു ഏജ് 20 വരെയാണ്. ഏർലി ചൈൽഡ്ഹുഡ് ട്രാൻസിഷൻ ബൈ ഏജ് 3. ചൈൽഡ്ഹുഡിൽ നിന്നും അഡോളസെൻറ്റിലേക്ക് വരുന്ന ആ ഒരു ടൈമാണ്. ബർത്ത് ടു ഏജ് 20ലേക്ക് വരുന്ന ആ ഒരു സമയമാണ്. ഏർലി അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് ഏജ് 17 to 45നെയാണ്. അടുത്തതാണ് മിഡിൽ അഡൾട്ട്ഹുഡ്, ഏജ് 40 to 65. പിന്നെ ലേറ്റ് അഡൾട്ട്ഹുഡ്, ഓവർ 60 years ഓഫ് ഏജ്. ഓക്കെ, ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. So the domain of the development are categories used by scientists. The categories include physical, cognitive and social domains which all characterize human development. ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള, കൊഗ്നേറ്റീവ് ആയിട്ടുള്ള, സോഷ്യൽ ഡൊമൈൻസിനെ കുറിച്ചാണ്. ഓക്കെ, ദ ഫിസിക്കൽ ഡൊമൈൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൗ ഹ്യൂമൻസ് ഗ്രോ ആൻഡ് ചേഞ്ച് ഫിസിക്കലി. ഈ ഒരു ഫിസിക്കൽ ഡൊമൈനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻസ് എങ്ങനെയാണ് ഗ്രോ അപ്പ് ചെയ്യുന്നത്, ഫിസിക്കലി എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻറ്റ്, അത് ചൈൽഡ്ഹുഡിലും അതുപോലെ തന്നെ അഡോളസെൻറ്റിലും എത്രത്തോളം ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ദ ഫിസിക്കൽ ചേഞ്ചസ് ആർ മാക്സിമം ആയിട്ടാണ് ഫിസിക്കൽ ചേഞ്ചസ് വരുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഡൊമൈൻ ഇൻക്ലൂഡ്സ് ഹൗ ഹ്യൂമൻ വ്യൂസ് വേൾഡ്സ് ആസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ആസ് എ റിസൾട്ട് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻ്ററാക്ഷൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് സൈക്കോളജിക്കൽ ഡൊമൈൻ. സൈക്കോളജിക്കൽ ഡൊമൈൻ ഫോക്കസ് ഓൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ദ എൻവയോൺമെൻറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ ഓഫ് ദ ഓർഗാനിസം. അതായത് നമ്മൾ എത്രത്തോളമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റേജുമായിട്ട്, എത്രത്തോളം ഒരു ഇൻഡിവിജ്വലിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതാണ് സൈക്കോളജിക്കൽ ഡൊമൈൻ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ ദ ചൈൽഡ് ഹാസ് ടു ലേൺ ടു സക്ക്, ഇൻജസ്റ്റ് ഫുഡ്, എലിമിനേറ്റ്, ബ്രീത്ത് ഓൺ, എലിമിനേറ്റ് ഓൺ. സോ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. നമ്മൾ ഒരു ബോഡി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കണം, നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യണം, നമ്മുടെ ഫുഡ് എത്രത്തോളം നന്നായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സൈക്കോളജിക്കൽ ഡൊമൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. വിച്ച് ആക്ടിവിറ്റീസ് വെർ ടേക്കൺ കെയർ ഓഫ് വെൻ ദ ചൈൽഡ് വാസ് സ്റ്റിൽ വിത്തിൻ ദ മദേഴ്സ് വൂംബ്. നമ്മൾ മദറിൻ്റെ ഗർഭാശയത്തിലായിരിക്കുന്ന സമയത്ത് അത് എത്രത്തോളം നമ്മുടെ ആക്ടിവിറ്റീസ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതെല്ലാം എന്താണ്, സൈക്കോളജിക്കൽ ഡൊമൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ആൾസോ ഈസ് റിക്വയർഡ് ആസ് എ ചൈൽഡ് ഗ്രോസ് അപ്പ് ടു ലേൺ ടു ഈറ്റ് ഓൺ. സോ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ചെയ്യുന്നുണ്ട്. ദ ചൈൽഡ് ഗ്രോസ് അപ്പ്, അത് വളരും തോറും എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കാനും. എലിമിനേറ്റ് ആസ് ദ റിക്വയർഡ് ആൻഡ് നോട്ട് ആസ് ചൈൽഡ് വിഷസ്. നമ്മുടെ വിഷസിനനുസരിച്ച് എന്ത് ചെയ്യരുത്, എലിമിനേറ്റ് ചെയ്യരുത്. ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ എലിമിനേഷൻ എല്ലാം നമ്മുടെ പ്രോപ്പറായിട്ട് തന്നെ നടക്കണം. സോ ദ ചൈൽഡ് ഹാസ് ടു ലേൺ ടു ടോക്ക്, എങ്ങനെ സംസാരിക്കണം, വാക്ക് എങ്ങനെ നടക്കണം, എക്സ്പ്രസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഓൾ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ് ആർ അഗെയിൻ നെസസറി ഇഫ് ദ ചൈൽഡ് ഹാസ് ടു സർവൈവ്. ആ ഒരു ചൈൽഡിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ടു സെൽഫ്, അതേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടാസ്ks വിച്ച് ബിക്കം ഇൻക്രീസിംഗ്ലി കോംപ്ലെക്സ് ആസ് ദ ചൈൽഡ് ഗ്രോസ് അപ്പ് and which all the child has to master and accomplish. Success leads to healthy adjustment while failure leads to maladjustment.
സോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്സുകളും അതുപോലെ തന്നെ നമ്മൾ ഇൻക്രീസിംഗ്ലി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മളൊരു ചൈൽഡ് ഗ്രോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഇൻ വിച്ച് ദ ചൈൽഡ് ഹാസ് ടു മാസ്റ്റർ ദ അക്കംപ്ലിഷ്. സക്സസ് ലീഡ് ചെയ്യുന്നത് എന്താണ്, ഹെൽത്തി അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയും അതുപോലെ നമ്മുടെ ഫെയിലിയർ ലീഡ് ചെയ്യുന്നത് മാൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്കുമാണ് എന്നുള്ളതാണ്. സോ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ വേ ദ വേൾഡ് ഈസ് വ്യൂഡ് ആസ് ദ ബോഡി ഡെവലപ്സ് ആസ് ആൾസോ ഇൻക്ലൂഡ് ഇൻ ദ ഡൊമൈൻ. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, ഒരു വേൾഡ് ഏത് രീതിയിലാണോ, നമ്മുടെ ഒരു വേൾഡ് ഏത് രീതിയിലാണോ കാണുന്നത്, നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണോ, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡൊമൈനിൽ ഇൻക്ലൂഡഡ് ആണ്. കൊഗ്നിറ്റീവ് ഡൊമൈൻ ഫോക്കസ് ചെയ്യുന്നത് ലേണിംഗ്, അറ്റൻഷൻ, പെർസെപ്ഷൻ, മെമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് എക്സെട്ര. So the manner in which learning takes place and how the child makes progress in the school and home are of the great importance in the child growth and development. The childന്റെ ഗ്രോത്ത് ഓഫ് ഡെവലപ്മെൻറ്റിനകത്ത് സ്കൂള്, വീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. So how these components of cognitive domain functions and improves indicate the progress the child makes. എങ്ങനെയാണ് ഈ ഒരു കോമ്പണൻസ് നമ്മുടെ കൊഗ്നേറ്റീവ് ഡൊമൈനിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്, അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നത് ദ പ്രോഗ്രസ് ഓഫ് ദ ചൈൽഡ്, ആ ഒരു കുട്ടിയുടെ വളർച്ചയിൽ. സോ ദ സോഷ്യൽ ഡൊമൈൻ ഡീൽസ് വിത്ത് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ടു പീപ്പിൾ വാട്ട് ആർ വിത്ത് അതേഴ്സ് ആൻഡ് ലേൺ ദ റൈറ്റ് വേസ് ഓഫ് ഇൻറ്ററാക്ഷൻ. സോഷ്യൽ ഡൊമൈൻ എന്താണ് ഡീൽ ചെയ്യുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ, ഓരോ ആളുകളുടെയും അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്, മറ്റുള്ളവരുമായിട്ട് അവർ ഏത് രീതിയിലാണോ ഇൻറ്ററാക്ഷൻ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ്. സോ ദ കൊഗ്നേറ്റീവ് ഡൊമൈൻ ഈസ് കൺസേൺഡ് വിത്ത് ഹൗ ലേണിംഗ് ഒക്കേഴ്സ് ആൻഡ് വൈ മെമ്മറി ഡിറ്റീരിയോറേറ്റ്സ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ്. എന്തുകൊണ്ടാണ് മെമ്മറി ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്നത് ഡ്യൂറിങ് ഓൾഡ് ഏജ്, പ്രായമാകുന്നതിനനുസരിച്ച് എന്തുകൊണ്ടാണ് മെമ്മറി ലോസ് ആവുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ദ സോഷ്യൽ ഡൊമൈൻ കണ്ടെയ്ൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ വേരിയബിൾ വിത്തിൻ സോഷ്യൽ സിറ്റുവേഷൻ. സോഷ്യൽ ഡൊമൈൻ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ വേരിയബിൾസ് വിത്തിൻ ദ സോഷ്യൽ സിറ്റുവേഷൻ സച്ച് ആസ് പേഴ്സണാലിറ്റി റിസർച്ച്, സോഷ്യൽ സ്കിൽസ് ആൻഡ് ഡെവലപ്പിംഗ് റിസർച്ചസ്. ഓൾ ദ ഡൊമൈൻ ഓപ്പറേറ്റ് ടുഗെദർ ആൻഡ് ആർ എഫക്റ്റഡ് ബൈ ഈച്ച് അതർ. അതായത് ഇതിലുള്ള ഓരോ ഡൊമൈൻസും എന്ത് ചെയ്യാണ്, ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇതെന്ത് ചെയ്യും, മറ്റുള്ളവയുമായിട്ട് അതിനെന്ത് ചെയ്യാം, അഫക്റ്റഡ് ആയിരിക്കാം. ഒരു ഡൊമൈന് മറ്റൊരു ഡൊമൈനുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നിലുള്ള പ്രശ്നം മറ്റതിനെയും ബാധിച്ചേക്കാം. സോ അതാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റ്. The lifespan perspective argues that significant modification takes place throughout development. Lifespan perspective argue ചെയ്യുന്നുണ്ട് significant modifications നമ്മുടെ ഡെവലപ്മെൻറ്റിലൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. So it consists of development of human in multi-dimensional, multi-directional, plastic, multidisciplinary and contextual factors. The development involves three factors, that is growth, maintenance and regulation. ഇതിനകത്ത് പറയുന്നത് എന്താണ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻസിനെ നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്നത് മൾട്ടി ഡയമെൻഷനലായിട്ടും അതുപോലെ മൾട്ടി ഡിറക്ഷണലായിട്ടും പ്ലാസ്റ്റിക്, മൾട്ടി ഡിസിപ്ലിനറി അതുപോലെ കോണ്ടെക്സ്ച്വൽ ഫാക്ടേഴ്സുമായിട്ടാണ്. സോ ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സുമായിട്ടാണ്. ഒന്നാമത്തത് ഗ്രോത്ത്, 2 മെയിൻ്റനൻസ്, 3 റെഗുലേഷനാണ്. സോ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ആർ ഇൻറ്ററപ്റ്റഡ് ഇൻ ടേംസ് ഓഫ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ കൾച്ചേഴ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഒക്കറൻസസ്. According to Paul Baltus, humans have the capacity, plasticity and the ability for positivity change to environmental demands that are being made on the individual constancy. ഓരോ ഇൻഡിവിജ്വലിനും അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, പ്ലാസ്റ്റിസിറ്റിക്കും അതുപോലെ എബിലിറ്റി ടു പോസിറ്റീവ് ചേഞ്ച്, അതായത് പോസിറ്റീവ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടും എൻവയോൺമെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കാനും എല്ലാം ആർക്ക് കഴിവുണ്ട്, ഓരോ ഇൻഡിവിജ്വലിനും കഴിവുണ്ട്. സോ ഇൻഡിവിജ്വൽ ലേൺസ് വേസ് ആൻഡ് മീൻസ് ടു കോമ്പൻസേറ്റ് ആൻഡ് ഓവർകം ഡിഫിക്കൽട്ടീസ്. ഓരോ ഇൻഡിവിജ്വലും പഠിക്കുകയാണ് ഏതൊക്കെ രീതിയിലൂടെയാണ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റുക ഓരോ ഡിഫിക്കൽട്ട് സ്റ്റേജിനകത്തും. സോ ത്രൂ ഔട്ട് ലൈഫ്. So according to Baltus, positive characteristics of growing old such as learning ways to compensate and overcome are considered important characteristics of old age. അതായത് ഓൾഡ് ഏജിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓൾഡിലേക്ക് മാറിക്കഴിഞ്ഞു. സോ ഓൾഡ് ആകുന്ന സമയത്ത് നമ്മൾ ലേണിംഗ് വേസ്, കമ്പൻസേറ്റ് ആൻഡ് ഓവർകം എല്ലാം പഠിച്ചു കഴിഞ്ഞു. സോ അവരെന്ത് ചെയ്യും, ആ ഒരു സമയമാകുമ്പോഴത്തേനും അവർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം എ ഫാമിലി ഓഫ് ബിലീഫ്സ് വിച്ച് സ്പെസിഫൈ എ കൊഹറൻറ്റ് വ്യൂ ഓഫ് ദ നാച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ്. So it is the application of these beliefs as the coordinated whole which characteristics of lifespan approach. The important characteristics of beliefs of the lifespan approach are given below. The important characteristics of beliefs എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. So the lifelong development.
ലൈഫ് ലോങ് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ദിസ് ബിലീവ്സ് ഹാസ് ടു സെപ്പറേറ്റ് ആസ്പെക്ട്. ഈ ഒരു വിശ്വാസത്തിന് 2 സെപ്പറേറ്റ് ആസ്പെക്റ്റുകളാണുള്ളത്. ഒന്നാമതാണ് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ് എക്സ്റ്റെൻസ് അക്രോസ് ദ എൻറ്റയർ ലൈഫ് സ്പാൻ. അതായത് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ് എക്സ്റ്റെൻസ് അക്രോസ് ദ എൻറ്റയർ ലൈഫ് സ്പാൻ. സോ സെക്കൻഡ്, ഡെവലപ്മെൻറ്റ് മേ ഇൻവോൾവ് പ്രോസസ് വിച്ച് ആർ നോട്ട് പ്രസൻറ്റ് അറ്റ് ബർത്ത് ബട്ട് എമേർജ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ. അതായത് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ ഉണ്ടാകുന്നതല്ല. അതെന്താണ്, നമ്മുടെ ലൈഫ് സ്പാനിനനുസരിച്ച് ത്രൂ ഔട്ട് ലൈഫ് സ്പാനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. സോ ഏജ് പീരീഡ് ഡോമിനേറ്റ് ചെയ്യുന്നില്ല ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ്. സോ ഡെവലപ്മെൻറ്റിനകത്ത് ഏജ് പീരീഡ് ഒരു ഡോമിനേഷൻ അല്ല, ഒരു ഫാക്ടർ അല്ല. റിസർച്ചേഴ്സ് സ്റ്റഡി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസസ് സൈക്കോളജിക്കൽ ഓറിയൻറ്റേഷൻ ആണ് ഓരോ വ്യക്തികളുടെയും അവരുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനകത്തുള്ള ഓരോ പോയിന്റിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. അതിനകത്ത് ഗെയിൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോസസ് ഉണ്ടായിരിക്കാം ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്തും ത്രൂ ഔട്ട് ലൈഫ് സൈക്കിൾ. സോ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫ് ലോങ് ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ ജനിക്കുന്ന സമയത്തെ നമുക്ക് എന്തുണ്ടാവില്ല, ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ അത് നമ്മുടെ ത്രൂ ഔട്ട് ലൈഫ് സ്പാനിനകത്ത് നമുക്ക് കിട്ടുന്ന ഓരോ എബിലിറ്റീസാണ്. പ്രായം അതിനൊരു പരിധിയായിട്ട് പറയുന്നില്ല. കാര്യം പ്രായമല്ല അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എക്സ്പീരിയൻസസും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഓറിയൻറ്റേഷൻസുമാണ്. സോ അതിനകത്ത് ചിലപ്പോൾ ഗെയിൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോസ് ഉണ്ടായിരിക്കാം ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ. അതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനലാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ആണ്. സോ ദ മൾട്ടി ഡയമെൻഷനാലിറ്റി റെഫേഴ്സ് ടു ദ ഫാക്ട് ദാറ്റ് ഡെവലപ്മെൻറ്റ് cannot be described by a single criterion such as increases or decreases in a behavior. It occurs in the biological, cognitive and social emotional domains. അതായത് മൾട്ടി ഡയമെൻഷനലാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. മൾട്ടി ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഒരിക്കലും എന്തല്ല ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രൈറ്റീരിയൻ ആയിട്ടല്ല, ഒരു ഇൻക്രീസോ അല്ലെങ്കിൽ ഒരു ഡിക്രീസോ, ഒരു ബിഹേവിയറിലുള്ള ഒരു ഇൻക്രീസോ ഡിക്രീസോ ആയിട്ടൊന്നും അല്ല എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ബയോളജിക്കലി, കോഗ്നിറ്റീവ്ലി, സോഷ്യലി, ഇമോഷണലി ഇങ്ങനെയുള്ള എല്ലാ ഡൊമൈൻസിലും ഒരുപോലെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലാണ് എന്നുള്ളതാണ്. സോ മൾട്ടി ഡയമെൻഷനൽ ആയിട്ടാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത്. അതായത് ബയോളജിക്കലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പരമായിട്ടുള്ള, അതുപോലെ കോഗ്നിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ് ലെവൽ, തോട്ട് ലെവൽ. സോ സോഷ്യലി, ഇമോഷണലി നമ്മുടെ ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് വരാറുണ്ട്. ചില ആളുകൾക്ക് വരാറുണ്ട് അല്ലേ. ചില ആളുകൾക്ക് ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഇമോഷൻസ് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് അവരുടെ ഇമോഷൻസ് എല്ലാം അവർക്ക് സ്റ്റേബിളാക്കി നിലനിർത്താൻ പറ്റാറുണ്ട്. സോ അതെല്ലാം നമ്മുടെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് നമ്മുടെ ഘട്ടങ്ങളിലൂടെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ വരുന്ന കാര്യങ്ങളാണ്. സോ മൾട്ടി ഡയമെൻഷനൽ ആയിട്ടാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമതാണ് ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ. The principle of multi-directional maintains that there is no single normal path that development must or should take. അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്തായാലും നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നോർമൽ പാത്തൊന്നുമില്ല, അവിടെ ഒരു സിംഗിൾ പാത്തൊന്നും അല്ല ഉള്ളത്. സോ മൾട്ടി ഡയറക്ഷണൽ ആണ് എന്നുള്ളതാണ്. In other words, healthy developmental outcomes are achieved in a wide variety of ways. അതായത് ഒരുപാട് വെറൈറ്റി ഓഫ് വേസിലാണ് ഒരു ഹെൽത്തി ഡെവലപ്മെൻറ്റൽ ഔട്ട്കംസ് നമുക്ക് കിട്ടുക. സോ ഒരു വേയിൽ മാത്രം പോയാലേ നമുക്കത് കിട്ടൂ എന്നുള്ളതൊന്നുമല്ല. ഒരുപാട് വേസിൽ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും നമുക്ക് നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ, അല്ലെങ്കിൽ നമ്മളൊരു ക്യാരക്ടറും നമ്മുടെ ബിഹേവിയറും എല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ട്. സോ ഡെവലപ്മെൻറ്റ് ഈസ് ഓഫൺ കംപ്രൈസ്ഡ് ഓഫ് മൾട്ടിപ്പിൾ എബിലിറ്റീസ് വിച്ച് ടേക്സ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഷോയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ച് ഓർ കോൺസ്റ്റൻസി. നമ്മുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ കംപ്രൈസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ എബിലിറ്റീസ് ആയിട്ടാണ്. അത് നമുക്ക് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് വേണ്ടി വരും, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ച് വേണ്ടി വരും, ഒരുപാട് കോൺസ്റ്റൻസി വേണ്ടി വരും. നമുക്ക് സ്ഥിരത കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് രീതിയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഒരു വേ മാത്രമല്ല അതിനുള്ളത്. സോ സം ഡയമെൻഷൻസ് ഓർ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് മേ ബി ഇൻക്രീസിങ് വൈൽ അതേഴ്സ് ആർ ഡിക്ലൈനിങ് ഓർ നോട്ട് ചേഞ്ചിങ്. ചില ഡയമെൻഷൻ അല്ലെങ്കിൽ ആസ്പെക്ട്സ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഇൻക്രീസിങ് ആവും, കൂടുതലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഡിക്രീസിങ്ങിലേക്ക് പോകും, നമുക്ക് ചിലപ്പോൾ അത് റെഡി ആവില്ല. സോ ഇൻക്രീസിങ് ഉണ്ടാവാം, ഡിക്രീസിങ് ഉണ്ടാവാം, ഡിക്ലൈനിങ് ഉണ്ടാവാം. ഓക്കെ, നമ്മൾ ചേഞ്ചസ് ഒക്കെ ചെയ്യുന്നുള്ളതാണ്. സോ ഡെവലപ്മെൻറ്റ് ഈസ് പ്ലാസ്റ്റിക്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്റ്റിക് ആണെന്നുള്ളതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റി റെഫേഴ്സ് ടു ദ within person variability which is possible for a particular behavior or development. പ്ലാസ്റ്റിസിറ്റി റെഫർ ചെയ്യുന്നത് ഒരു പേഴ്സൻ്റെ അകത്താണ്, അവരുടെ വേരിയബിലിറ്റിയും അതുപോലെ അവരുടെ പോസിബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ ബിഹേവിയറോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റോ അതിനകത്തൊക്കെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ infants who have a hemisphere of brain removed shortly after birth as a treatment for epilepsy. അതായത് എപ്പിലെപ്സി ഉള്ളൊരു കുട്ടിക്ക്, ഒരു ഇൻഫാൻ്റ് ആണ്, അതായത് ജനിച്ചൊരു കുട്ടിയാണ്. സോ ആ ഒരു ബർത്ത് സ്റ്റേജിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അതിനൊരു ഹെമിസ്ഫിയറിക് പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഒരു ഷോർട്ടായിട്ടൊരു ഭാഗം റിമൂവ് ചെയ്തു എന്നിരിക്കാം. can recover the functions associated with the hemisphere as the brain reorganize itself and the remaining hemisphere takes over those functions.
ഹെമിസ്ഫിയറിനകത്തുള്ള ഒരു ഭാഗം ഒരു കുട്ടിയുടെ റിമൂവ് ചെയ്തു എന്നിരിക്കട്ടെ, ആ ബ്രെയിന് ബാക്കിയുള്ള ഭാഗങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മുടെ പ്ലാസിറ്റി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നമുക്ക് ശരിക്കും 2 ഹെമിസ്ഫിയർ ആണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഒരു എപ്പിലെപ്സിൻ്റെ കാര്യം കൊണ്ട് ആ ഒരു കുട്ടിയുടെ ഒരു ഹെമിസ്ഫിയറിക് ആയിട്ടുള്ള പോർഷൻ റിമൂവ് ചെയ്യേണ്ടി വന്നു. പക്ഷേ നമ്മുടെ റിമെയിൻ ഭാഗം കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അത് പ്ലാസിറ്റി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. A key part of the research agenda is developmental psychology is to understand the nature and the limits of plasticity in various domains of functioning. ഇതിനകത്തുള്ളൊരു അജണ്ട എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ദ അജണ്ട പറയുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അതിനൊരു ലിമിറ്റ് ഓഫ് പ്ലാസിറ്റിയെ കുറിച്ചാണ്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്, നമ്മുടെ പ്ലാസ്റ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. സോ അതിൻ്റെ വേരിയസ് ഡൊമൈൻസിനകത്തുള്ള ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജി പഠനം നടത്തുന്നുണ്ട്. ദ ഡെവലപ്മെന്റ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ലൈഫ് സർക്കംസ്റ്റൻസസ് ടു സം എക്സ്റ്റെൻറ്റ്. സോ ഈ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫ് സർക്കംസ്റ്റൻസിനും അതുപോലെ തന്നെ അത് നീണ്ടുപോകുന്ന ഒരു കാര്യമാണ്. സോ ദ പ്ലാസിറ്റി ഇൻവോൾവ്സ് ദ ഡിഗ്രി ടു വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ഓർ റിമെയിൻ സ്റ്റേബിൾ. പ്ലാസിറ്റി ചിലപ്പോൾ ഇൻവോൾവ് ചെയ്യും ഡിഗ്രി, അതിൻ്റെ ഡിഗ്രിയിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം. ഓക്കെ, അത് ചേഞ്ച് ആവാം അല്ലെങ്കിൽ ചേഞ്ച് ആവാതെ തന്നെ സ്റ്റേബിളായിട്ട് നിലനിൽക്കാം. അതാണ് പ്ലാസിറ്റിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഈസ് കോൺടെക്സ്ച്വൽ. ഡെവലപ്മെൻറ്റ് ഈസ് കോൺടെക്സ്ച്വൽ. എന്താണ് കോൺടെക്സ്ച്വൽ എന്ന് പറയുന്നത്? ദ ഡെവലപ്മെൻറ്റ് വേരീസ് അക്രോസ് ദ ഡിഫറെൻറ്റ് കോൺടെക്സ്റ്റ് ഇൻ വിച്ച് വി ലിവ് ഓർ ലിവ്സ്. നമ്മുടെ ജീവിതം എവിടെയാണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് വാരി ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത്, എവിടെയാണോ നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് റൂറൽ എൻവയോൺമെൻറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ഹാവ് പൊട്ടൻഷ്യൽ ടു ഇമ്പാക്റ്റ് ഓൺ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ റൂറൽ ആണോ നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റ്, റൂറൽ എൻവയോൺമെൻറ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഫാക്ടേഴ്സ്, ഓക്കെ, വിച്ച് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ഇമ്പാക്റ്റ് ഓൺ ഡെവലപ്മെൻറ്റ്. അതൊക്കെ നമ്മുടെ ഡെവലപ്മെൻറ്റിനകത്ത് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഫാക്ടേഴ്സാണ്. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഡെവലപ്മെൻറ്റ് ഡിഫേഴ്സ് ഫോർ ഇൻഡിവിജ്വൽസ് വിത്തിൻ ദീസ് 2 സെറ്റിംഗ്സ് റിക്വയേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡിഫറിങ് കോണ്ടെക്സ്റ്റ്. ഈ 2 രീതിയിൽ, അതായത് റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഒക്കെ ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് എത്രത്തോളം അവരെ ബാധിക്കുന്നുണ്ട്, അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ പേഴ്സൺസ് ബയോളജിക്കൽ മേക്കപ്പ്, ഫിസിക്കൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഇതെല്ലാം എങ്ങനെയാണ് കോണ്ടെക്സ്റ്റിനനുസരിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്മെൻറ്റിന് മാറ്റം വരുന്നത്? ഓരോ പേഴ്സൻ്റെയും ബയോളജിക്കൽ മേക്കപ്പിന് മാറ്റം വരും, ഫിസിക്കൽ എൻവയോൺമെൻറ്റിന് മാറ്റം വരും, അതുപോലെ സോഷ്യലി നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, ഡെവലപ്മെൻറ്റൽ കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. മൾട്ടി ഡിസിപ്ലിനറി ആണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. സോ ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ദാറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഡു നോട്ട് ലൈ വിത്തിൻ ദ province of any one discipline. For example, psychological methodologies may not be appropriate for understanding factors that are sociological in nature. നമ്മുടെ സൈക്കോളജിക്കൽ മെത്തഡോളജീസ് ഒരിക്കലും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, സോഷ്യോളജിക്കൽ നാച്ചുറലായതുകൊണ്ട് തന്നെ. അതായത് ഇതിനകത്ത് പറയുന്ന സൈക്കോളജിക്കൽ മെത്തഡോളജീസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ് ആകുന്നില്ല ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഫാക്ടേഴ്സ് ദാറ്റ് സോഷ്യോളജിക്കൽ ഇൻ നാച്ചർ. നമുക്ക് സോഷ്യോളജിക്കൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ മെത്തഡോളജീസ് ഒരിക്കലും അപ്രോപ്രിയേറ്റ് ആവില്ല. റേദർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടി വരും. റിസർച്ച് കണ്ടക്ടഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ സച്ച് ആസ്, നമുക്ക് സോഷ്യോളജിയിൽ നിന്നും ലിംഗ്വിസ്റ്റിക്സിൽ നിന്നും ആന്ത്രോപോളജിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ന്യൂറോ സയൻസിൽ നിന്നും മെഡിസിൻസിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. സോ അതാണ് മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്നുള്ളതാണ്. സോ ഡെവലപ്മെൻറ്റ് ഒരിക്കലും ഇതിൻ്റെ ഈ ഒരു വേയിലൂടെ മാത്രമല്ല നമുക്ക് പഠിക്കാൻ പറ്റുക, ഒരുപാട് വേസിലൂടെ പഠിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്താണ് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് ഗ്രോത്ത്, മെയിൻ്റനൻസ് ആൻഡ് റെഗുലേഷൻ. ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നത് ഗ്രോത്തിലൂടെയും മെയിൻ്റനൻസിലൂടെയും റെഗുലേഷൻസിലൂടെയാണ്. ദ മാസ്റ്ററി ഓഫ് ലൈഫ് ഇൻവോൾവ്സ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ അമംഗ് 3 ഗോൾസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന 3 കാര്യങ്ങളിലാണ് നമ്മൾ കോമ്പറ്റീഷനും അതുപോലെ കോൺഫ്ലിക്റ്റും ഇൻവോൾവ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗ്രോത്ത്, മെയിൻ്റനൻസ് ആൻഡ് റെഗുലേഷൻ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ്. അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഈസ് എംബെഡഡ് ഇൻ ഹിസ്റ്ററി. ഡെവലപ്മെൻറ്റ് എംബെഡഡ് ചെയ്യുന്നത് ഹിസ്റ്ററിയിലാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ആൾസോ ഹിസ്റ്റോറിക്കലി സിറ്റുവേറ്റഡ് ആൻഡ് ഈസ് ആൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി സിറ്റുവേറ്റഡ് ആണെന്നുള്ളതാണ്. ഈസ് ആൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണെന്നുള്ളതാണ്. സോ ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡ് ഇൻ വിച്ച് വി ഗ്രോ അപ്പ് എഫക്ട്സ് അവർ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഏത് ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡിലാണ് ജീവിച്ചത് എന്നുള്ളത് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ
രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെയാണ് ജീവിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതിന് മാറ്റമുണ്ടാവും. ഇപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലൈഫിന് മാറ്റമുണ്ടാവും. സോ നമ്മൾ ജീവിക്കുന്നത് ആധുനിക കാലത്തിലാണ്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പറയുന്നത്. സോ ഡെവലപ്മെൻറ്റ് ഈസ് എംബഡഡ് ഇൻ ഹിസ്റ്ററി. അടുത്തതാണ് നോർമാറ്റീവ് ഏജ് ഗ്രാഡഡ് ഇൻഫ്ലുവൻസസ്. ബയോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ദാറ്റ് ആർ സിമിലർ ഫോർ ഇൻഡിവിജ്വൽസ് ഇൻ എ പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്. എക്സാമ്പിൾ ചൈൽഡ്ഹുഡ്, പ്യൂബർട്ടി ആൾസോ ഇൻഫ്ലുവൻസസ് ഡെവലപ്മെൻറ്റ്. ബയോളജിക്കലി ഉള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് എന്ത് ചെയ്യും, സിമിലർ ആണ് ഇൻഡിവിജ്വൽസ് ഇൻ എ പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്. എക്സാമ്പിളായിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതുപോലെ നമ്മുടെ പ്യൂബർട്ടി ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ. സോ ഇതൊക്കെ നമ്മൾ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. പെട്ടെന്ന് മാറ്റം വരുന്നതാണ് പ്യൂബർട്ടി എല്ലാം. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ആവശ്യകതകളെല്ലാം മാറുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ പ്യൂബർട്ടി സ്റ്റേജ് ഒക്കെ. സോ ചൈൽഡ്ഹുഡിൽ നമ്മൾ ആവശ്യകതകൾ വേറെ ആയിരുന്നു, പക്ഷേ നമ്മളെ പ്യൂബർട്ടിക്ക് ശേഷം നമ്മൾ ആവശ്യകതകൾ വേറെ ആയിരിക്കും. സോ പെട്ടെന്നുള്ള ചേഞ്ചസ് ആണ് ആ ഒരു സമയത്ത് നടക്കുന്നത്. ഓക്കെ, അടുത്തതാണ് നോർമാറ്റീവ് ഹിസ്റ്ററി ഗ്രാഡഡ് ഇൻഫ്ലുവൻസസ്. നോർമാറ്റീവ് ഹിസ്റ്ററി ഗ്രാഡഡ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബയോളജിക്കലി ഉള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും, നമുക്ക് അസോസിയേറ്റഡ് ആണ്. ഹിസ്റ്ററി ദാറ്റ് ആർ കോമൺ ടു പീപ്പിൾ ഓഫ് എ പെർട്ടിക്കുലർ ജനറേഷൻ. ഒരു ജനറേഷനിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്മെൻറ്റിനെ ബാധിച്ചേക്കാം. നമ്മുടെ മദേഴ്സിന് എയ്ഡ്സ് ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കും അത് ബാധിക്കും. അപ്പോൾ അവരുടെ വളർച്ചയും അതെന്ത് ചെയ്യും, ബാധിക്കും. സോ ഡിപ്രഷൻ ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും, അവരുടെ വളർച്ചയെ ബാധിക്കും എന്നുള്ളതാണ്. നോൺ നോർമാറ്റീവ് ഇവൻറ്റ്സ്. എന്തൊക്കെയാണ് നോൺ നോർമാറ്റീവ് ഇവൻറ്റ്സ്? അൺയൂഷ്വൽ ആയിട്ടുള്ള ഒക്കറൻസസ് ദാറ്റ് ഹാവ് എ മേജർ ഇമ്പാക്ട് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ്. അൺയൂഷ്വൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ഒരു വ്യക്തിയുടെ ലൈഫ് സ്പാനിനകത്ത് ഡെവലപ്മെൻറ്റിനകത്ത് എന്ത് ചെയ്യും, ബാധിക്കും എന്നുള്ളതാണ്. ദ പാറ്റേൺ ആൻഡ് സീക്വൻസ് ഓഫ് ദീസ് ഇവൻറ്റ്സ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു മോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ. എല്ലാ ഇൻഡിവിജ്വൽസിനും ഇത് എന്ത് ചെയ്യില്ല, ആപ്ലിക്കബിൾ അല്ല. എങ്കിലും ഈ ഒരു സീക്വൻസ് ഓഫ് ദീസ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് എ പാരന്റ് അറ്റ് യങ് ഏജ്. ഒരു കുട്ടിയുടെ ഫാദറോ അല്ലെങ്കിൽ മദറോ യങ് ഏജിൽ മരിക്കുകയാണെങ്കിൽ അത് ആ കുട്ടിയുടെ ലൈഫിനെ എന്ത് ചെയ്യും, അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ ബാധിക്കും. അതുപോലെ ഗെറ്റിംഗ് എ സീരിയസ് ഇൽനെസ്, ഒരു പെട്ടെന്ന് ഒരു സീരിയസ് ഇൽനെസ് വരികയാണ്, ഒരു രോഗം വരികയാണ്, ക്യാൻസർ അങ്ങനെയുള്ള എപ്പിഡമിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ, മാറാ രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ വിന്നിങ് എ ലോട്ടറി, ഒരു ലോട്ടറി കിട്ടുകയാണെങ്കിൽ ആ ഒരു ലൈഫ് എന്ത് ചെയ്യും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും, അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് പെട്ടെന്ന് തന്നെ ബാധിക്കും എന്നുള്ളതാണ്. സോ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിനകത്ത് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ലൈഫ് ലോങ് ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഇൻ മൾട്ടി ഡയമെൻഷണൽ, ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ, ഡെവലപ്മെൻറ്റ് ഈസ് പ്ലാസ്റ്റിക്, ഡെവലപ്മെൻറ്റ് ഈസ് കോണ്ടെക്സ്ച്വൽ, ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി, development involves growth, maintenance and regulation, development is embedded in history, normative age graded influences, normative history graded influences, non-normative events. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി കോണ്ടൻറ്റ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.